അടുത്ത ടോപ്പിക്കാണ് കളർ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെ കളർ എക്സിബിറ്റ് ചെയ്യും. ഈ കളർ എക്സിബിറ്റ് ചെയ്യാനുള്ള കാരണം ഡി ട്രാൻസിഷൻസ് ആണെന്ന് നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സസ് എന്ന് പറയുന്നത്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് ഈ കോർഡിനേഷൻ കോംപ്ലക്സസും കളർ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് COCl NH3 5 times 2+. ഇത് വയലറ്റ് കളേർഡാണ് കോമ്പൗണ്ട്. അതുപോലെ ടെട്രാസൈനോ കൊബാൾട്ട്, അത് പെയിൽ യെല്ലോ കളറിലാണ്. അതുപോലെ തന്നെ ടൈറ്റാനിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് വയലറ്റ് കളേർഡ്. ഇതേപോലെ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ചെയ്യുക. ഇനി എങ്ങനെയാണ് ഡി ട്രാൻസിഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ കളർ എക്സിബിറ്റ് ചെയ്യണേ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് ടൈറ്റാനിയത്തിൻ്റെ തന്നെ കോംപ്ലക്സ് എടുക്കാം. TiH2O 6 times 3+. ഇതിൽ ടൈറ്റാനിയം എന്ന് പറയുന്നതാണ് സെൻട്രൽ മെറ്റൽ. ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 3D2 4s2. ഇവിടെ ടൈറ്റാനിയം എന്ന് പറയുന്നത് 3+, ടൈറ്റാനിയം 3+ ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ പോകുമ്പോൾ ടൈറ്റാനിയം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ടൈറ്റാനിയം 3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D1 എന്നാവും. അപ്പോൾ ഇത് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ നമുക്കറിയാം ഈ 5D ഓർബിറ്റൽസ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുക? ഇങ്ങനെ T2G ആൻഡ് EG ആയിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. T2G ഓർബിറ്റൽസ് ആയിട്ടും EG ഓർബിറ്റൽസ് ആയിട്ടും 2 സെറ്റായിട്ടാണ് അത് 2 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൽ ആദ്യത്തെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, T2Gയിലുണ്ട്. ഈ ഇലക്ട്രോണിന് ഇത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ T2Gയിലുള്ള ഒരു ഇലക്ട്രോണിന് എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ കളർ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ വിസിബിൾ റേഡിയേഷൻ ആവും അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. വിസിബിൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വേവ് ലെങ്ത്തിലുള്ള വിബ്ജിയോർ വേവ് ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ വിബ്ജിയോർ എന്നുള്ള സീരീസിൽ വരുന്ന ആ റേഡിയേഷൻസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ആ എനർജി ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് എക്സൈറ്റ് ചെയ്തിട്ട് ഹയർ എനർജി ഉള്ള EG ഓർബിറ്റൽസിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഏത് റേഡിയേഷനാണോ അത് അബ്സോർബ് ചെയ്തത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിലായിരിക്കും ആ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യണത്. കോംപ്ലിമെൻ്ററി കളറായിരിക്കും കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യണേ. അപ്പോൾ വിസിബിൾ റേഡിയേഷൻസിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് ലോവർ എനർജി D ഓർബിറ്റലിൽ നിന്ന് ഹയർ എനർജി D ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? DD ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ DD ട്രാൻസിഷൻസ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കളറിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കളറിന് കാരണം DD ട്രാൻസിഷൻസ് ആണ്. ഈ എനർജി ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് വിസിബിൾ റേഡിയേഷൻസിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് ഹയർ എനർജി ലോവർ എനർജിയുള്ള D ഓർബിറ്റലിൽ നിന്ന് ഹയർ എനർജിയുള്ള D ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ ആണോ അത് അബ്സോർബ് ചെയ്തത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറ് ആ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കുറേയധികം എക്സാമ്പിൾസ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം എക്സാമ്പിൾസ് നമുക്ക് ഈ DD ട്രാൻസിഷൻ കാരണം കളർ കാണിക്കുന്ന കുറേ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കുറച്ച് എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രഷ്യസ് സ്റ്റോൺസ് ആയിട്ടുള്ള റൂബിയുടെ കളർ എന്താണ്? റെഡ് കളറിലാണ് റൂബി ഉള്ളത്. അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീൻ കളറിലാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കളേർഡായിട്ട് കാണാനുള്ള കാരണം എന്താണ്? അതും നമുക്ക് ഈ അതിലും അതെ കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ട്. ഈ ട്രാൻസിഷൻ മെറ്റൽസ് അതിൻ്റെ DD ട്രാൻസിഷൻ കാരണമാണ് കളർ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂബിയിൽ Al2O3 അലുമിനിയാണ് അതിലുള്ളത്. അതിൽ അലുമിനിയം എന്ന് പറയുന്നത് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ സോളിഡ് ആയിട്ടുള്ള ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ചില അലുമിനിയം 3+ അയോൺസിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്രോമിയം 3+ അയോൺസ് വരുന്നു. ഈ ക്രോമിയം 3+ എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്.
ഇതിൽ ഒക്ടാഹെഡ്രൽ ആണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഈ ക്രോമിയം 3+ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള DD ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് എന്താണ് ഇത് കളർ കാണിക്കുന്നു, ഗ്രീൻ കളറിലാണ് റെഡ് കളറിലാണ് റൂബി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൽ ട്രാൻസിഷൻ കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഈ ക്രോമിയത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 0 to 1% മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ എമറാൾഡ് എടുത്തു കഴിഞ്ഞാൽ എമറാൾഡ് എന്ന് പറയുന്നത് ബെറൈലാണ്. അതിൻ്റെ മിനറൽ എന്ന് പറയുന്നത് ബെറൈലാണ്. അതായത് Be3Al2Si6O18. ഇതിലും അതെ എന്താണ് ക്രോമിയം 3+ അയോൺസ് പ്രസൻ്റ് ആണ്. ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള ഈ ക്രോമിയം 3+ അയോൺസ് പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള DD ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഇവിടെ എന്താണ് യെല്ലോ ഗ്രീൻ പോലെയുള്ള റേഡിയേഷൻസ്, വിസിബിൾ റേഡിയേഷനിലുള്ള യെല്ലോ ഗ്രീൻ ആ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ചിൽ വരുന്ന റേഡിയേഷൻസ് ആണ് അബ്സോർബ് ചെയ്യണത്. അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള ഗ്രീൻ കളറിൽ ഈ എമറാൾഡ് എക്സിബിറ്റ് ചെയ്യുന്നു. ഗ്രീൻ കളർ എമറാൾഡ് എക്സിബിറ്റ് ചെയ്യുന്നു. ഓക്കെ.